പാടില്ലാണ്ട് ചോദിക്കുക, ഞാൻ ആരാ? നീ ആരാണ് നിനക്കറിയില്ല, പിന്നെ വേറെ ആർക്കറിയാൻ പറ്റും? എനിക്കറിയാം. പ്രസിദ്ധനായ ഒരു വക്കീലിന്റെ പ്രശസ്തനായ ഗുമസ്തൻ. സാറിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോ പെരട്ട വക്കീൽ എന്തൊക്കെ അനാവശ്യം എന്നെ പറഞ്ഞെന്നറിയാമോ? എന്ത് പറഞ്ഞു? സാറിന്റെ തന്ത കുളിച്ചത് പോട്ടെ, ഇഹലോഹവാസം പഠിച്ച എന്റെ തന്റെ അനാവശ്യം പറയേണ്ട വല്ല കാര്യമുണ്ടോ? നീ തിരിച്ചു വല്ലതും പറഞ്ഞോ? സഖി കേട്ടപ്പോ ഞാനും 5-6 തെറി പറഞ്ഞു. മനഃപൂർവ്വം അല്ല, അറിഞ്ഞോണ്ടല്ലേ. വേണമെങ്കിൽ ഫോൺ ചെയ്യേ, വീട്ടിൽ പോകെ, മക്കളെ കാണേ, എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാനില്ല ഇനി ഇവിടെ. എന്നെ കാണുന്ന ഞാൻ കിച്ചണിലുണ്ടാവും. എന്തോ എന്താ? എന്നെ വിളിച്ചോ? ഇല്ല ഇല്ല, വിളിക്കൂല. എനിക്കറിയാം, വിളിച്ച പോലെ എനിക്ക് തോന്നിയതാ. എന്റെ അവസ്ഥ അതാ. അവന്റെ സുഖേട് ഞാൻ തീർത്തു കൊടുക്കാം. ഹലോ, ഞാൻ സേതുമാധവനാ. കുഞ്ഞുമോളെ വിളിച്ച്. അവൾ ഇറങ്ങി. അവൾ ഇറങ്ങിയെങ്കിൽ അവളെ തള്ളയ്ക്ക് കൊടുക്ക്. അവളോട് എന്ത് സംസാരിക്കാൻ? എല്ലാം കോടതി ബോധ്യപ്പെടുത്തിയതല്ലേ. അത് മാത്രമല്ല, ഒരു അന്യ പുരുഷനോട് സംസാരിക്കാൻ എന്റെ മോക്ക് താല്പര്യം ഇല്ല. വെക്കടാ വാർത്ത. ഇപ്പൊ എന്നെ വിളിച്ചോ? എടുക്കടാ വണ്ടി. എനിക്കിപ്പൊ എന്റെ കുഞ്ഞുമോളെ കാണാം. ഈ രാത്രിയിലും? സ്വന്തം മക്കളെ കാണാൻ രാത്രിയും പകലും രാഘകാലം ഉണ്ടോ? സാറേ, കോട്ടലക്ഷ്യാവും. എന്ത് കോട്ടലക്ഷ്യം? എനിക്ക് എന്തായാലും എന്റെ മോളെ ഇപ്പൊ കാണണം. അത് ശരിയാണ്, പക്ഷെ നീ വണ്ടി എടുക്കടാ. ചാടണ പപ്പ വന്നിട്ടുണ്ട്. പപ്പ നിങ്ങളെ കാണാൻ. വാതിൽ തുറക്കാൻ. എന്താ ഇവിടെ? ആരാ നിലവിളിച്ച്? ചോദിച്ചു കേട്ടില്ലേ? ഞങ്ങൾ തട്ടിക്കൊണ്ട് പോന്നോലെ ഇവിടെ സ്വപ്നം കണ്ടു. വരും, സ്വപ്നത്തിൽ വരും. ഈ അഡ്വക്കേറ്റ് KK വാര്യർ ഇവിടെ ഉള്ളപ്പോഴോ ഈ കോമ്പൗണ്ട് കാലുകുത്തിയാൽ കോർട്ട ലക്ഷ്യമാകും, അല്ലെങ്കിൽ ഞാൻ ആക്കും. അവനത് നന്നായിട്ടറിയാം. മക്കള് ധൈര്യമായിട്ട് ഉറങ്ങിക്കോ. സ്ത്രീ ജന്മം പുണ്യജന്മം. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. പേരെന്താ? KK വാര്യർ. പൊയ്ക്കോ, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. പപ്പയുടെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നേ? പപ്പയെ കാണാണ്ട് കുഞ്ഞുങ്ങൾ വല്ലാതെ വിഷമിച്ചു അല്ലേ? ദേവൂച്ചിയും മാളച്ചിയും പപ്പയെ വന്ന് കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും സങ്കടം വന്നു. മോടെ ആ സങ്കടം തീർക്കാനല്ലേ പപ്പ ഇപ്പൊ വന്നു. അയാളെ വിളിച്ചപ്പോ ഞാൻ അറിയാതെ വന്നു.
അയ്യോ നീ ഇങ്ങനെ പോത്ത് പോലെ തുറയിക്കോ. ഈ കോമ്പൗണ്ടിൽ ഒരു കള്ളൻ കയറിയിട്ടുണ്ടാ. കള്ളനോ? ആ കള്ളൻ തൊണ്ടി എന്റെ കയ്യിലുണ്ട്. ഒരു ചെരിപ്പാണോ? അതെ. എവിടെ നോക്കട്ടെ? ഇവിടെ ഒരു കാൽപ്പരി മാറ്റം കേൾക്കുന്നു. ആണോ? എന്നാ കള്ളനായിരിക്കും. ആ അവനോട്ടൊന്ന് കൊടുക്കട്ടെ. കൊടുക്കറാ. സാറേ, അയ്യോ നീ എന്തിനാണ് എന്നെ അടിച്ചത്? ആരടിച്ച്? ആരടിച്ചത്? ഞാൻ ആരടിച്ചില്ല. പിന്നെ സാറല്ലേ എന്റെ വഴിയിൽ തെറിഞ്ഞത്. അയ്യോ അപ്പൊ കള്ളനായിരിക്കും. കള്ളൻ കൊച്ചാത്ത. വാടാ എടാ നീ എന്തുവാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഈ ചിന്തിച്ചു കൂട്ടുന്നത്? ആവുന്നതും വേഗം ഒരു തീരുമാനം എടുക്കാനാ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇച്ചേ എടിപിടിന്ന് വിളിച്ചു പറഞ്ഞ അയാള് സിംഗപ്പൂരിൽ നിങ്ങൾ എത്തുമെന്ന് എന്താ ഉറപ്പ്? എത്തും. ഇല്ലെങ്കിൽ നമ്മൾ എത്തിക്കണം. അവിടെയാ നമ്മുടെ മിടുക്ക്. അല്ല, മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. എന്താവശ്യമുണ്ടെങ്കിലും ഫോൺ എടുത്ത് ഒന്നങ്ങോട്ട് വിളിച്ചാ മതി. അപ്പൊ ഞാനിവിടെ പറഞ്ഞെത്തുന്നല്ലേ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അച്ഛനും മകനും കീരിയും പാമ്പും പോലെ ആയതുകൊണ്ടേ ഈ ഒരു ആവശ്യം പറഞ്ഞ അയാൾ വരാതിരിക്കില്ല. എനിക്ക് ഉറപ്പാ. അമ്മേ, ഇവിടെ ഇപ്പൊ ആരെയും വരുത്തണ്ട. അല്ലാതെ തീരുന്നെങ്കിൽ തീർന്നാ മതി. പിന്നെ കോടതി കൊടുത്തിരിക്കുകയല്ലേ, അതിന്റെ തീരുമാനം അറിയട്ടെ. തീരുമാനം അറിയട്ടെ എന്ന് പറഞ്ഞിരുന്നാലേ ഇന്നലെ രാത്രി പറഞ്ഞിട്ട് പോയി കേട്ടല്ലോ, മക്കളെ കാണാനുള്ള അവകാശം അവരും ഉണ്ടെന്ന്. ആദ്യം കോളേജിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പിംഗ്. ഇന്നലെ രാത്രി മതിലിയാടിയതിനകത്ത് കയറി. നാളെ ബലാത്കാരോട്ട് കടന്നു കയറി നിങ്ങളെ രണ്ടിനെ തല്ലിക്കൊന്ന് പിള്ളേരെ പിടിച്ചോണ്ട് പോകുന്ന ആർക്കറിയാം? ചവിട്ട് കൊണ്ട പാമ്പാണ്. അടങ്ങി കിടക്കും തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ദയച്ചേ, ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ കൈയൊഴിയാൻ പോകുന്നു. ആർക്ക് വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നേ? തലയിൽ എടുത്തു വെച്ചു കൊടുത്ത പണ്ടാരത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിടാൻ നോക്കുമ്പോഴാണ് എവളിങ്ങനെ നിറം മാറിക്കൊണ്ടിരുന്ന കാര്യം നടക്കൂ. എന്റെ നീ അങ്ങനെ അങ്ങ് പോയാലോ? ഇവക്കും കുഞ്ഞുങ്ങൾക്കും വേറെ ആരാടാ ഉള്ളത്? പക്ഷെ ഇവള് മനസ്സിലാക്കണ്ടേ വസുന്ധരെ, സ്വന്തം ജീവിതം മറന്നൊരു വിവാഹം പോലും കഴിക്കാതെ ഇവനിവിടെ ജീവിക്കുന്നതേ നിന്റെ ഒരു ഗതികേട് കൊണ്ടാ. ഇവൻ കൂടെ കൈയൊഴിഞ്ഞ പിന്നെ നിനക്ക് വേറെ ആരാ ഉള്ളത്? അല്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ അയക്കോ. വാരത്തേക്ക് ഞാൻ കൂടെ മടങ്ങി പോയെ. അമ്മ, ഞാൻ പറഞ്ഞത് നിനക്ക് ആകെ കൂടി ഉള്ളത് നിന്റെ മക്കളാ. അവരും കൂടി നിനക്ക് നഷ്ടപ്പെട്ട അതെന്താ നീ ഓർക്കാത്തത്? അതുകൊണ്ടാ അമ്മ പറയുന്നത് വല്യ പപ്പ ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെയെങ്കിലും അവന്റെ മനസ്സൊന്ന് മാറി സൽബുദ്ധി തോന്നുന്നെങ്കിൽ. നിനക്കറിയില്ലേ, നിന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മയായിരിക്കുന്നു. ഏറ്റു